മാം, നമുക്കിപ്പോൾ എങ്ങനെ ഒരു നല്ലൊരു സൺസ്ക്രീൻ മേടിക്കാം? അതിന് മുന്നേ നമ്മളൊരു ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ടാണോ ചെയ്യേണ്ടത്? ഐഡിയലി ഡെർമറ്റോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തിട്ട് തന്നെ സൺസ്ക്രീൻ വാങ്ങിക്കുന്നതായിരിക്കും നല്ലത്. കാരണം മാർക്കറ്റിൽ ഒത്തിരി തരം സൺസ്ക്രീൻസ് അവൈലബിൾ ആണ്. അപ്പം എല്ലാ സൺസ്ക്രീനിൻ്റെ നമ്മളൊരു ക്വാളിറ്റി നോക്കുന്ന SPF, PF പ്രൊട്ടക്ഷൻ, അങ്ങനെ പല ഇതാണ്. പക്ഷേ സൺസ്ക്രീൻസ് പലതും ക്ലെയിം ചെയ്യുന്ന അത്രയും അതിന് എഫക്റ്റീവ്നെസ് ഉണ്ടോ എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അതേസമയം ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് വാങ്ങിക്കുമ്പോൾ ഓരോരുത്തരുടെ സ്കിൻ ടൈപ്പിനനുസരിച്ചിട്ടുള്ള സൺസ്ക്രീൻ ചൂസ് ചെയ്ത്, അതായത് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്ത് തരും. പലപ്പോഴും പറയും സ്റ്റിക്കി ആയിട്ട് തോന്നുന്നു, വൈറ്റ് കാസ്റ്റ് തോന്നുന്നു. ഇതൊക്കെ ഒരു പ്രോബ്ലമാണ് പലരുടെ. അപ്പോൾ ഇപ്പോൾ ഒത്തിരി തരം സൺസ്ക്രീൻസ് അവൈലബിൾ ആണ്. സ്റ്റിക്ക് സൺസ്ക്രീൻസ് ഉണ്ട്, അതായത് ഈസി ആയിട്ട് ക്യാരി ചെയ്യാം, നമുക്ക് ഇടയ്ക്കിടയ്ക്ക് റീഅപ്ലൈ ചെയ്യാം. അതേപോലെ തന്നെ ടിൻറ്റഡ് സൺസ്ക്രീൻസ് ഉണ്ട്. അപ്പോൾ അത് നമ്മുടെ ആ സ്കിൻ കളറുമായിട്ട് മാച്ച് ചെയ്യുന്നതായിട്ട് വരും. പിന്നെ അതേപോലെ ലോഷൻസ് ഉണ്ട്, ക്രീംസ് ഉണ്ട്, ജെൽസ് ഉണ്ട്. അപ്പോൾ ഓരോരുത്തരുടെ സ്കിന്നിനനുസരിച്ച്, ഇപ്പോൾ ഒരു ഓയിലി സ്കിന്നാണെങ്കിൽ നമുക്കൊരു ജെൽ ടൈപ്പ് സൺസ്ക്രീൻ ആയിരിക്കും നല്ലത്. അതേസമയം നമ്മുടെ സ്കിൻ കുറച്ച് ഡ്രൈ ആണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും ക്രീമും ലോഷൻസ്. നോർമൽ സ്കിന്നാണെങ്കിൽ നമുക്ക് ഏത് തരവും ഉപയോഗിക്കാം. പക്ഷെ ആ സൺസ്ക്രീൻ നമ്മുടെ സ്കിന്നിനനുസരിച്ച് ചൂസ് ചെയ്യാൻ ഡോക്ടർ ഹെൽപ്പ് ചെയ്യും. അതാണ്.